പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ പ്രത്യാശാവചനങ്ങൾ എന്ന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമേ അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനിച്ചു പോരുന്ന ദൈവവചന ഭാഗം കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുവാൻ കാരണമായ വിഷയങ്ങളാണ്. കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയ ചിലരെക്കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ സംസാരിക്കുവാൻ കാരണമായി. നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കുടുംബത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുവാനിടയായ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ. കൂട്ടായ്മയുടെ കരം ഞങ്ങൾക്ക് നീട്ടിത്തരണമേ. കൂട്ടായ്മ ഞങ്ങൾക്കേറെ ബലം നൽകുന്നതാണല്ലോ കർത്താവേ. പരിശുദ്ധ തൃത്വവുമായിട്ടുള്ള കൂട്ടായ്മയും ക്രൈസ്തവ സഭയുമായിട്ടുള്ള കൂട്ടായ്മയും ആത്മീയ മണ്ഡലത്തിലെ നേതൃത്വവുമായിട്ടുള്ള കൂട്ടായ്മയെല്ലാം ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാ ബലഹീന വശങ്ങളും തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൃപാവരങ്ങളും നൽകണമേ കർത്താവേ. ഈ വചനം കേൾക്കുന്ന ഒത്തിരി മക്കൾ അവരുടെ സങ്കടങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, കൂട്ടായ്മയില്ലാത്ത അനുഭവങ്ങളൊക്കെ ഞങ്ങളോട് പങ്കുവെക്കുവാൻ കർത്താവെ ഇടയാക്കിയല്ലോ. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ദൈവസ്നേഹം ഞങ്ങളിൽ ധാരാളമായി ചൊരിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പൂർവ്വപിതാവായ യാക്കോബ് തൻ്റെ ഭവനത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിട്ട് വരുന്നു. തൻ്റെ ഭവനത്തിൽ നിന്ന് യാക്കോബ് അവൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവൻ്റെ വീട്ടിൽ അവന് താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അത് ഒരാത്മീയ കാരണമാണ്. അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ശക്തമായ ഒരു പ്രവർത്തനമുണ്ട്. ദൈവത്തിന് യാക്കോബിനെ കുറിച്ചുള്ള പദ്ധതി ഇസഹാക്കിന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണ് യാക്കോബിന് തൻ്റെ കുടുംബത്തോടുള്ള ബന്ധം വിട്ട്, തൻ്റെ അപ്പനെയും അമ്മയൊക്കെ വിട്ട് ദൂരദേശത്തേക്ക് പോകേണ്ടതായിട്ട് വരുന്നു. പോകുന്ന വഴിയിൽ അവന് ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവം അവന് കൂട്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ ബന്ധം വിട്ടുകളയാനുള്ള കാരണം, അല്ലെങ്കിൽ ബന്ധം മുറിയാനുള്ള കാരണം ഒരു ജ്യേഷ്ഠാവകാശമാണ്. ജ്യേഷ്ഠാവകാശത്തെക്കുറിച്ച് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെയും ഇസഹാക്കും യാക്കോബും തമ്മിലുള്ള ബന്ധത്തിൽ ജ്യേഷ്ഠാനുജന്മാരായിട്ടിരിക്കുമ്പോൾ യാക്കോബാണ് ഇസഹാക്കിനേക്കാൾ വലിയവൻ. യാക്കോബിൻ്റെ ദാസനായിരിക്കും ഇസഹാക്ക്. ഇസഹാക്കാണ് ആദ്യം ജനിക്കുന്നതെങ്കിലും ആദ്യം ജനിക്കുന്നവൻ രണ്ടാമത്തവൻ്റെ ദാസനായിരിക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ഏശാവ് വേണ്ടവണ്ണം മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ കുടുംബ കൂട്ടായ്മകൾ ശിഥിലമാകുന്നത് ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വേണ്ടവണ്ണം മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഞങ്ങളൊരു സ്ഥലത്ത് ഒരു പള്ളിയിൽ 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കൺവെൻഷൻ നടത്താൻ പോയി. അപ്പോൾ പള്ളിയുടെ അടുത്ത ഒരു വീട്ടിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടന്നു. അവിടെ 8-10 മക്കളുണ്ട്.
അപ്പനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് കർഷകരാണ്. കൃഷി ചെയ്തും വളരെ താഴ്ന്ന രീതിയിലുള്ള കൂലിപ്പണികളൊക്കെ ചെയ്താണ് അവരിത് പച്ചപിടിച്ച് വരുന്നത്. മൂത്തവർക്കൊന്നും വലിയ വിദ്യാഭ്യാസമില്ല. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കൊരു മകൻ, അവൻ മറ്റുള്ളവരെക്കാളൊക്കെ ഇത്തിരി വിദ്യാഭ്യാസം കൂടുതലെടുത്തു, ഡിഗ്രിയൊക്കെ ചെയ്തു. പിന്നെ അവൻ രാഷ്ട്രീയത്തിലിറങ്ങി. അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും വീട്ടിൽ ഈ മറ്റ് സഹോദരങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുകയോ പണി ചെയ്യുകയോ ചെയ്യില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. അവനെപ്പോഴും രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പുറത്തു പോകും. ഇത് മറ്റുള്ള സഹോദരങ്ങളിൽ അത് അസൂയയ്ക്ക് കാരണമായി. അവൻ്റെ വിളി എന്താണെന്നോ അല്ലെങ്കിൽ അവൻ്റെ രീതി എന്താണെന്നോ അവർ ചിന്തിച്ചില്ല. മറിച്ച് അവർക്ക് ഇവനെ എപ്പോഴും ദേഷ്യത്തോടെ ചോദ്യം ചെയ്യും. ഒരു ദിവസം ഒരു സഹോദരൻ ചോദ്യം ചെയ്തു വന്നപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടിലായി. പ്രിയമുള്ളവരെ, അത് സത്യത്തിൽ കൊലപാതകത്തിൽ കലാശിച്ചു. പക്ഷെ കൊലപാതകമാണെന്ന് ആർക്കും അറിയാത്ത രീതിയിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി. ആ വീട്ടിലെ ഒരു സഹോദരൻ മാത്രമേ അത് അറിയുള്ളൂ. മറ്റുള്ളവരൊക്കെ അപകടത്തിലാകുമെന്ന് കണ്ടപ്പോൾ ആ കാര്യം അദ്ദേഹം ഒളിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒളിച്ചു വെച്ചുവെങ്കിലും അദ്ദേഹത്തിന് അത് മാനസിക വിഭ്രാന്തിയായി. അവസാനം അത് കുമ്പസാരത്തിൽ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ മുൻകൈയെടുത്ത് അത് പോലീസിൽ അറിയിച്ചു. എന്തായാലും പ്രിയമുള്ളവരെ, ഈ മരണപ്പെട്ട മകനും പിന്നെ അവനെ മരണത്തിലേക്ക് നയിച്ച മകനും ആ കുടുംബത്തിന് നഷ്ടമായി. ഒരുത്തൻ മരണപ്പെട്ടവൻ എന്നേക്കുമായ നഷ്ടമായി, മറ്റവൻ കൊന്നവൻ ജയിലിലുമായി. പ്രിയമുള്ളവർ, ഞാനിത് പറഞ്ഞത് പലപ്പോഴും നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള മക്കളെയോ ജ്യേഷ്ഠാനുജന്മാരെ സഹോദരിമാരെയോ വ്യക്തിപരമായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. വ്യക്തിപരമായി അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് വൈരാഗ്യമില്ലാതെ ഇരിക്കാനും നമുക്ക് കൂട്ടായ്മ ആചരിച്ച് പോകുവാനും കഴിയുള്ളൂ. പലർക്കും പല ഐഡിയകളാണ്, പലർക്കും പല ആശയങ്ങളാണ്. അവനവനാൽ കഴിയുന്ന കാര്യങ്ങൾ അവനവൻ്റെ കുടുംബത്തിന് ചെയ്യുക എന്നുള്ളതല്ലാതെ ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടു, നീ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു വിചാരത്തോടു കൂടി എപ്പോഴും അക്രമാസക്തമാകുകയോ അല്ലെങ്കിൽ പൊതുവേദിയിൽ അവഗണിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ബൈബിൾ പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, കർത്താവ് അവളോട് അരുളി ചെയ്തു, 2 വംശങ്ങളാണ് നിൻ്റെ ഉദരത്തിലുള്ളത്, നിന്നിൽ നിന്ന് പിറക്കുന്നവർ 2 ജനതകളായി പിരിയും, ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും, മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ 2 ശിശുക്കൾ, ആദ്യം പുറത്ത് വന്നവൻ ചമന്നിരുന്നു, അവൻ്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായം ഇട്ടതുപോലെയായിരുന്നു. അവർ അവന് ഏസാവ് എന്ന് പേരിട്ടു. അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു, ഏസാവിൻ്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു, അവനെ യാക്കോബ് എന്ന് വിളിച്ചു. ഇസഹാക്കിന് 60 വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത്. ഇവിടെ റിബേക്കയെക്കുറിച്ചും ഒരു വാക്ക് പറയാനുണ്ട്. റിബേക്ക സാധാരണ മനുഷ്യ രീതിയിൽ ചിന്തിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് കാരണം റിബേക്കയാണെന്ന് നമുക്ക് തോന്നും. കാരണം റിബേക്ക എന്ന് പറയുന്ന അമ്മ ഒരുവനെ കൂടുതൽ സ്നേഹിച്ചു, ഒരുവനെ കൂടുതൽ ദേഷിച്ചു. അതുകൊണ്ട് കുടുംബ കൂട്ടായ്മയിൽ നിന്ന് ശിഥിലമായി എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയും. പക്ഷെ അങ്ങനെയല്ല, ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. ബൈബിളിന് തെറ്റുപറ്റില്ല എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കാരണം പരിശുദ്ധാത്മ നിവേശിതമാണ് വചനമെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്, ഇസഹാക്ക് അവൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ കർത്താവിനോട് ചോദിച്ചു, എങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും? അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ് വായിച്ചത്. 22-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, തൻ്റെ ഗർഭാവസ്ഥയിൽ തനിക്കുണ്ടായ വേദനകൾ, തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ കാരണമെന്തെന്നറിയാൻ അവൾ
ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതാണ് ഞാൻ പ്രിയമുള്ളവരെ മുമ്പ് പറഞ്ഞത്. ഒരു കൂട്ടായ്മ നമുക്ക് നിലനിർത്തണമെങ്കിൽ ആദ്യം നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഇവിടെ ഈ സ്ത്രീ അവളുടെ ഭർത്താവും കൂടി ദൈവത്തോട് കൂട്ടായ്മ, കാരണം അവരുടെ താല്പര്യപ്രകാരം അവരുടെ കഴിവിൻ പ്രകാരം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. അപ്പോൾ അവർ ദൈവത്തിൻ്റെ കൂട്ടായ്മ തേടുകയാണ്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഗർഭം ധരിച്ചു റെബേക്ക. പക്ഷേ ആ ഗർഭധാരണം അവളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ അവൾ വീണ്ടും പ്രാർത്ഥിക്കാൻ ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴാണ് അവളോട് ദൈവം പറയുന്നത്, നിൻ്റെ ഉദരത്തിൽ 2 വംശമാണ്, 2 കുഞ്ഞുങ്ങളാണ്, അവർ 2 ജനതകളായി പിരിയുമെന്ന് പറയാം. കാരണം എത്രയോ അഡ്വാൻസ് ആയിട്ട് ദൈവം സംസാരിക്കുന്നു. ഒരു പ്രശ്നത്തിൻ്റെയും കാരണമില്ല, അതിന് ഒരു വഴക്കുണ്ടാക്കേണ്ടതിനും കാര്യമില്ല. ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തോട് പ്രാർത്ഥിച്ച ആ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തത് കൂട്ടാക്കാൻ, മനസ്സിലാക്കാൻ ആ കുടുംബം തയ്യാറാകുമായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിനൊരു ഒന്നും അവിടെ സാധ്യതയില്ല, ആരും ഒളിച്ചോടേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും പ്രിയമുള്ളവരെ, ഇങ്ങനെയാണല്ലോ, എല്ലാറ്റിനും ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്നാണല്ലോ പറയുന്നത്. തിന്മയിൽ നിന്ന് പോലും നന്മ ഉളവാക്കുന്നു ദൈവസ്നേഹമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതായിരിക്കാം. പക്ഷെ ഇവിടെ വ്യക്തമായൊരു നിർദ്ദേശം ദൈവം കൊടുക്കുന്നുണ്ട്. മൂത്തവനല്ല തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇളയവനാണ്. മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് വംശമുറ അനുസരിച്ച് ഏസാവിനാണെങ്കിലും കൃപാവരത്താൽ തിരഞ്ഞെടുപ്പനുസരിച്ച് യാക്കോബിനാണെന്ന് ദൈവം വ്യക്തമായി സംസാരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഏസാവ് മനസ്സിലാക്കുകയും ഇസഹാക്ക് മനസ്സിലാക്കുകയും ഭാര്യ റെബേക്കാക്ക് ദൈവദർശനമുണ്ടായത് സംസാരിക്കപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, കൂട്ടായ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പരസ്പരം മനസ്സിലാക്കാമായിരുന്നു. മറിച്ച് ഇനി അങ്ങനെ ഇവരൊക്കെ പറഞ്ഞിട്ടും സംസാരിച്ചിട്ടും അതിന് വകവെക്കാതെ മുന്നോട്ട് പോയതാണെങ്കിൽ 2 ജനതകളായി പിരിയുമെന്നാണ്. 2 നമ്മൾ പിന്നെ മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, ഏസാവ് ഏദോം എന്നറിയപ്പെടുന്നു. ഏദോമ്യരുടെ പിതാവാണ് ഏസാവ്. യാക്കോബിന് ദൈവം ഇസ്രായേൽ എന്ന് പേരിട്ടു. ഇസ്രായേലിൻ്റെ പിതാവാണ് യാക്കോബ്. അപ്പോൾ അബ്രാഹത്തിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്. അപ്പോൾ ഇസഹാക്കിൽ നിന്ന് പിന്നെ വംശപാരമ്പര്യങ്ങൾ പല രീതിയിൽ പിരിയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, 2 ജാതികളായി, 2 വംശങ്ങളായി, 2 ജനതകളായി അവർ പിരിയുമെന്ന് പറഞ്ഞ കാര്യം, അത് പിരിയുന്നത് ഒരു പായസത്തിലായിരുന്നു. സത്യത്തിൽ അത് തിരിച്ചറിഞ്ഞില്ല. മറിച്ച് പായസം കൊടുക്കുമ്പോൾ യാക്കോബിന് മനസ്സിലാകുന്നില്ല, പായസം സ്വീകരിക്കുന്ന ഏശാവിന് മനസ്സിലാകുന്നില്ല. ഏശാവ് പായസം സ്വീകരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, 25-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. ഏശാവ് പറഞ്ഞു, വിശന്ന് ജാഗാറായി, കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം? ഞാനിപ്പോൾ മരിച്ചു പോയാൽ എനിക്ക് കടിഞ്ഞൂൽ അവകാശം വെച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ വിശന്ന് ജാഗാറായി. യാക്കോബ് പറഞ്ഞു, ആദ്യം എന്നോട് ശപഥം ചെയ്യുക എന്ന് പറഞ്ഞു. ഇങ്ങനെ വാക്കുകൊണ്ടൊന്നും പറഞ്ഞ് സഹതാപം ഉണർത്തിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, ചിലരൊക്കെ ഒത്തതിനൊക്കെ ഇങ്ങനെ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ സങ്കടങ്ങളും അവരുടെ നിലവിളിയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ആരെയും ഒന്ന് സഹായിക്കാൻ തോന്നും. ഈ വ്യക്തിയോടാണോ നമ്മളിങ്ങനെയൊക്കെ ചെയ്തു പോയെന്നൊക്കെ ചിന്തിച്ചു പോകും. പക്ഷേ യാക്കോബിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നതുകൊണ്ട്, ഏശാവിനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും യാക്കോബ് പറഞ്ഞു, ആദ്യം എന്തു ചെയ്യണം? ശപഥം ചെയ്യണം, സത്യമിടണം. ഏശാവ് ശപഥം ചെയ്തു. അവൻ തൻ്റെ കടിഞ്ഞൂൽ അവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു. യാക്കോബ് തൻ്റെ അപ്പവും പയറുപായസവും കൊടുത്തു. തീറ്റയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. അങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോളം പ്രിയമുള്ളവരെ, 34-ാമത്തെ വാക്യം. അങ്ങനെ ഏശാവ് തൻ്റെ കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കരുതി. പ്രിയമുള്ളവരെ, തൻ്റെ കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കരുതി.
ഏസാവ് അങ്ങനെ ദൈവ പദ്ധതിയിൽ നിന്ന്, ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അവൻ്റെ വിശപ്പ് കൊണ്ട് അകന്നുപോയി. മരിക്കേണ്ടി വന്നാലും എൻ്റെ കടിഞ്ഞൂൽ അവകാശം ഞാൻ തരില്ല എന്ന് പറയാനോ, മറിച്ച് കടിഞ്ഞൂൽ അവകാശം നിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പായസം തന്നാലും തന്നില്ലെങ്കിലും നിനക്കുള്ളതാണെന്ന് പറയാനുള്ള അറിവോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇതാണ് ഏശാവിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാവുന്ന ഒരു കാര്യം. പ്രിയമുള്ളവരെ, അങ്ങനെ ജ്യേഷ്ഠാവകാശം യാക്കോബ് കൈക്കലാക്കി. ഇതൊരു ദൈവിക പദ്ധതി പ്രകാരമാണ് കൈക്കലാക്കുന്നതെങ്കിലും യാക്കോബിന് അവിടെ പൂർണ്ണമായും സ്വീകാര്യനായ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ എല്ലാം ജീവിതത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഒളിച്ചോട്ടങ്ങൾ, ഭയങ്ങൾ ഒക്കെ ഒരുപക്ഷെ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരിക്കും. ഒരിക്കലൊരു അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടു, നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൂട്ടത്തോടെ കൊല്ലുന്നു. നൈജീരിയയിൽ മനുഷ്യമാംസം വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു, ആളുകൾ വാങ്ങി ഭക്ഷിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരു പ്രസംഗത്തിൽ കേട്ടു. നൈജീരിയക്കാരനൊരാൾ അച്ഛനോട് പറഞ്ഞതാണെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ മലയാളിയാണ്. അച്ഛൻ അവിടെ ധ്യാനത്തിന് വന്നപ്പോൾ പറഞ്ഞതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മനുഷ്യമാംസം അങ്ങനെ തിന്നുമോ എന്ന് അച്ഛൻ അത്ഭുതപ്പെട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പൂർവികർ നരഭോജികളാണല്ലോ അച്ഛാ, ഞങ്ങളതിൽ നിന്ന് ക്രിസ്ത്യാനികളായതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രിയമുള്ളവരെ, അച്ഛൻ പറഞ്ഞപ്പോൾ എന്നെയും ഒത്തിരി ഇങ്ങനെ വേദനിപ്പിച്ചു, സങ്കടപ്പെടുത്തി. ക്രിസ്ത്യാനികളെങ്ങനെ കൂട്ടത്തോടെയൊക്കെ കൊല്ലുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പദ്ധതികൾ അറിയാത്തവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. കർത്താവിൻ്റെ കൂട്ടായ്മയിൽ അവർക്ക് സ്ഥാനമില്ല. ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ സത്യത്തിൽ അവർക്ക് സ്ഥാനമില്ല. ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ അവർക്ക് സ്ഥാനമുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ അന്വേഷിക്കുകയോ ഒരു മനുഷ്യനെ കൊല്ലുകയോ ചെയ്യില്ല. ഈ പ്രകൃതിയിലെ ഏതൊരു ജീവജാലത്തെയും നശിപ്പിക്കുമ്പോൾ ഒന്നും കൂടി അവൻ ആലോചിക്കും, ഇത് ദൈവഹിതമാണോ, ദൈവത്തിന് ഇഷ്ടമാണോ എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കൂട്ടായ്മയിൽ നിന്ന് യാക്കോബിന് അകന്ന കുറേ കാലത്തേക്കെങ്കിലും അകന്നു പോകേണ്ടി വന്നത് അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ഇന്നത്തെ സങ്കടത്തിനും വേദനയ്ക്കും ഒരുപക്ഷെ നമ്മൾ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെടുന്നത് വീട്ടിലിരിക്കണവർ വല്ലതും അറിയുന്നുണ്ടോ? സഹോദരങ്ങൾ അറിയുന്നുണ്ടോ? ഭാര്യ അറിയുന്നുണ്ടോ? മക്കൾ അറിയുന്നുണ്ടോ? കഷ്ടപ്പാടുകൾ വല്ലതും അവിടെ കിടന്നൊക്കെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ പെങ്ങന്മാരുടെ വിവാഹത്തിന് വേണ്ടി, നിങ്ങളുടെ സഹോദരങ്ങളുടെ പഠനത്തിന് വേണ്ടി, നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുമ്പോഴും നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളുക പ്രിയമുള്ളവരെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തപ്പെട്ടവരുടെ ഒരുപാട് ആവശ്യങ്ങൾ നിങ്ങൾക്ക് മിസ്സാവുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തപ്പെട്ടവരുടെ ഒരുപാട് ആവശ്യങ്ങൾ കൂടാൻ പറ്റാതെ വരുമ്പോൾ, ഒരുപക്ഷെ അപ്പൻ മരിച്ചാലും അമ്മ മരിച്ചാലും സഹോദരങ്ങൾ മരിച്ചാലും ഒന്ന് വന്ന് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ നിങ്ങൾ പ്രശ്നാധിഷ്ഠിതമായി കിടക്കുകയാണോ? നിങ്ങൾ സങ്കടപ്പെടുക എന്ന് മാത്രമല്ല, സങ്കടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യവും കൂടി ഓർമ്മ വരണം, ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിന് ഇതിനെക്കുറിച്ചൊക്കെ ഒരു പദ്ധതിയുണ്ട്. ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവത്തിന് ഇതേക്കുറിച്ചൊക്കെ പദ്ധതിയുണ്ട്. അതുകൊണ്ട് യാക്കോബ് കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകാൻ കാരണം അവൻ്റെ സഹോദരനാണ് എങ്കിൽ, അവൻ്റെ സഹോദരനെയും ദൈവം സ്നേഹിക്കുന്നു, യാക്കോബിനെയും ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, ചില കൂട്ടായ്മകൾ ദൈവത്തോട് ബന്ധമില്ലാതെ വരുമ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ ആരായാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ, ചില സഹോദര ബന്ധങ്ങൾ, ചില കൂട്ടായ്മകൾ, ചില വ്യക്തിബന്ധങ്ങളൊക്കെ ഒത്തിരി അകന്നു പോകാനും ശിഥിലമാകാനും കാരണമാകും. അപ്പോഴൊക്കെയും പ്രിയമുള്ളവരെ, വ്യക്തിപരമായി ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകുക,
ദൈവം നിങ്ങളെ കൃത്യസമയത്ത് എത്തേണ്ടടുത്ത് യോജിപ്പിക്കേണ്ടടുത്ത് വീണ്ടും യോജിപ്പിച്ചിരിക്കും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ ഓർക്കുന്നു കർത്താവേ. ദൂരദേശങ്ങളിലായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയില്ലാതെ പോയ നാളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ കാലങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭാ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ നാളുകൾ ഓർക്കുന്നു കർത്താവേ. ചില വേദനകൾ, ചില പ്രയാസങ്ങൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയെങ്കിൽ നാഥ, ഞങ്ങളോട് അവിടുന്ന് കരുണ കാണിക്കണമേ, ഞങ്ങളോട് അവിടുന്ന് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിൽ ധാരാളമായി വർഷിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരും വിശുദ്ധിമതികളും മധ്യസ്ഥയിൽ അറിയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങളിലേക്ക് ചൊരിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവജനമേ, ഈ ശുശ്രൂഷ മറ്റനേകരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് സഹായമാണ്. നിങ്ങളുടെ പ്രവൃത്തി ഞങ്ങൾക്ക് സഹായകമാണ്. ഈ ചാനലിലൂടെ കേൾക്കുന്ന ഈ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനുള്ള വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.